കരൂർ ദുരന്തത്തിൽ നടനും ടി.വി.കെ നേതാവുമായ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 7 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വിജയിയെ CBI വിട്ടയച്ചു. 3ാം തവണയാണ് വിജയ് ചോദ്യം ചെയ്യലിനായി CBIക്ക് മുന്നിൽ എത്തിയത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, 3ാം തവണ CBIക്ക് മുന്നിൽ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, പുതുതായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജയിൽ നിന്നുള്ള വിവരശേഖരണം, അതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിട്ടത്. എന്താണ് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? YS അഭിനന്ദ്. ഇന്ന് ദില്ലിയിലെ CBI ആസ്ഥാനത്ത് 7 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. കൃത്യമായി ഈ വിജയ്ക്കൊപ്പം തന്നെ 2 ടി.വി.കെ നേതാക്കളും ചോദ്യം ചെയ്യലിനായി എത്തിയിരുന്നു. ഒരു മാരത്തൺ ചോദ്യം ചെയ്യൽ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 തവണ ചോദ്യം ചെയ്തപ്പോഴും ഇത്രയും സമയം എടുത്തിരുന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം ഏതാണ്ട് 6 മണി വരെയാണ് ചോദ്യം ചെയ്തത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ 6 മണിയോടുകൂടിയാണ് പൂർത്തീകരിച്ചത്. പൂർത്തീകരിച്ച ശേഷം ദില്ലിയിലെ CBI ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് റോഡ് ഷോയുമായിട്ടൊക്കെയാണ് വിജയ് എത്തുകയും ചെയ്തത്. എന്തായാലും പുതുതായി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു CBIയുടെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുക. സംഘാടക പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ആവർത്തിക്കുന്ന CBI അത് എങ്ങനെയൊക്കെ ഉണ്ടായി എന്നതിന്റെ അടക്കമുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത്. കൂടുതൽ നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുമെന്ന് നേരത്തെ CBI വ്യക്തമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയ്ക്കൊപ്പം 2 ടി.വി.കെ നേതാക്കളെ കൂടി ചോദ്യം ചെയ്തത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ CBI പുറത്തുവിട്ടിട്ടില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നടക്കമുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ചില നിർണായക തീരുമാനത്തിലേക്ക് വിജയ് കടക്കുമോ എന്നുള്ളൊരു കാര്യം ഈ CBIയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അവിടെ NDAയുമായിട്ട് സഖ്യം കൂടുന്നു എന്നൊക്കെയുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ട്. അടിസ്ഥാനത്തിൽ എന്തായിരിക്കും വിജയുടെ തീരുമാനം എന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസം നിർണായകമാണ്. CBI കൂടുതൽ ഈ വിഷയമായി 7 മണിക്കൂറിലധികമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. ചില പുതിയ വിവരങ്ങൾ, പുതിയ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിൽ വ്യക്തത വരുത്തുക എന്നതുകൂടിയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിട്ടത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാവുന്നുണ്ട്. കരൂർ MLA അടക്കം വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്ക് CBI ഇതിനോടകം എത്തിയിട്ടുണ്ട്.